give us റിയൽ മദ്രിദ്. ക്വാർട്ടർ ഫൈനൽ ഡ്രോ കഴിഞ്ഞതിന് ശേഷം ആഴ്സണൽ ഫാൻസ് ഇങ്ങനെയൊക്കെ ഡയലോഗ് അടിച്ചപ്പോൾ ഒബിയസ്ലി മൊത്തം ഫുട്ബോൾ ഫാൻസ് അവരെ വട്ടത്തിൽ തൂക്കേനു. ആൻഡ് നൗ വാട്ട്? റയൽ തോറ്റതൊക്കെ പോട്ടെ, അണ്ടർസ്റ്റാൻഡബിൾ, ഒരത്ര നല്ല പെർഫോമൻസ് ഒന്നല്ല കാഴ്ചവെക്കുന്നത്. ബട്ട് 3-0 ഇനിയിപ്പോ സെക്കൻഡ് ലെഗിലെ പുരികം പൊക്കൽ ചടങ്ങ് വെച്ചിട്ടുള്ള കംബാക്ക് ഒന്നും നടത്താൻ പറ്റുണ്ടാവില്ല. ഇങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ക്വാർട്ടർ ഫൈനൽ ഫിക്ചറിൽ ബയൺ മ്യൂണിക് വേഴ്സസ് ഇന്റർ മിലാൻ. ആൻഡ് ഇന്റർ മിലാൻ 2-1 ജയിച്ചു. അറ്റ്ലീസ്റ്റ് ബയണിനെ സംബന്ധിച്ച് സെക്കൻഡ് ലെഗിൽ ഒരു കംബാക്ക് നടത്താനുള്ള ചാൻസസ് എങ്കിലും ഉണ്ട്. എനിവേ, ഇനി എപ്പത്തെയും പോലെ ഞാൻ നിങ്ങളെ മുന്നിൽ ഹോണസ്റ്റ് ആയിട്ടൊരു കാര്യം പറയാണ്. ഞാൻ ഈ മാച്ചസ് ഒന്നും കണ്ടിട്ടില്ല. ഗൈസ്, കമന്റ് ചെയ്യാൻ വരട്ടെ. ഐ ഹാവ് എ ഗുഡ് റീസൺ. ഓക്കെ, എന്റെ ഗേൾ ഫ്രണ്ട് പറഞ്ഞു ഞാൻ ഉറങ്ങണ സമയത്ത് ഈ എണീറ്റിരുന്ന ഒരു കളിയും കാണണ്ടാന്ന്. ഞാൻ ഉറങ്ങുകയാണെങ്കിൽ ഈ ഉറങ്ങണം എന്ന് പറഞ്ഞാൽ ഗൈസ് ഓള് പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റുമോ? നിങ്ങൾ തന്നെ പറയും. അല്ലാതെ ഞാൻ 12:30 അലാറം വെച്ചിട്ട് പിന്നെ എണീക്കാത്തതൊന്നല്ല. ആക്ച്വലി ഞാൻ അറിയാണ്ട് 1:30 എണീറ്റിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് സ്കോർ നോക്കിയപ്പോൾ 0-0 ആണ്. അപ്പം ഞാൻ വിചാരിച്ചു മാച്ച് ഇതേപോലെ നില്ലായിട്ട് എൻഡ് ആവും, ഞാൻ വെറുതെ ഉറക്കം കളയണ്ടെന്ന് വിചാരിച്ച് പോയി ഉറങ്ങി. രാവിലെ എണീറ്റ് നോക്കുമ്പോൾ 3-0. അതും ഡെക്ലൻ റൈസ് 2 എജാതി ഫ്രീ കിക്സ്. ഐ മീൻ ഹൈലൈറ്റ്സ് കണ്ടിട്ട് എനിക്കിതൊക്കെ പറയട്ടോ. ബൈ ദ വേ, 2 ഫ്രീ കിക്സ് മാൻ. ഗൈസ്, തിബോ കോർട്ടുവാനെ അത്രക്കും ഡിസ്റ്റൻസ് നിന്ന് ഒരു ചാൻസും കൊടുത്തില്ല. എക്സ്പെഷ്യലി ആ സെക്കൻഡ് ഫ്രീ കിക്ക് ഒക്കെ. ഗൈസ്, ടോപ്പ് കോർണർ എന്ന് പറഞ്ഞാൽ ഒരു കോർണർ ഇല്ലേ, ആ കോർണറിൻ്റെയും കോർണറിലാണ് കയറിയത്. അങ്ങനത്തെ ഒരു പെർഫെക്റ്റ് ഫ്രീ കിക്ക്. എനിക്ക് തന്നെ അറിയാം, ഈ ഒരു ഫ്രീ കിക്സ് ഒക്കെ ലൈവായിട്ട് കാണുമ്പോൾ ഉള്ളൊരു ഫീലിങ്സ് അതൊന്നും വേറെ തന്നെയാണ്. അത് ഹൈലൈറ്റ്സിൽ കിട്ടൂല എന്നുള്ളത്. ആൻഡ് ഗൈസ്, നിങ്ങൾ ആഴ്സണൽ ഫാൻസിൻ്റെ ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കി. ഒരു വട്ടം രോമാഞ്ചം വന്നു, സെക്കൻഡ് ടൈമിൽ ഉൾക്ക് രോമാഞ്ചം ആവില്ല വരിക, വേറെന്തൊക്കെയൊക്കെ വരും. കാരണം അങ്ങനത്തെ ടൈപ്പ് സാധനമാണ് അവർ കണ്ടത്. അടുത്ത കുറച്ച് ദിവസത്തേക്ക് ഈ ഫ്രീ കിക്ക് വെച്ചിട്ടാവും ഗൂണേഴ്സിന്റെ ഗൂണിങ്. മാച്ചിലെ 3rd ഗോൾ സ്കോർ ചെയ്തത് മിഗൽ മെറീനോ ആണ്. ആള് ആക്ച്വലി ഒരു സ്ട്രൈക്കർ പോലും അല്ല, മിഡ്ഫീൽഡർ ആണ്. അവർക്ക് സ്ട്രൈക്കേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ആളെ സ്ട്രൈക്കറായി കളിപ്പിച്ചു. ആൻഡ് റയലിന്റെ മൊത്തം അറ്റാക്കേഴ്സിനെ കമ്പൈൻ ചെയ്ത് നോക്കിയാലും മിഗൽ മെറീനോ അവരെക്കാളും നല്ല പെർഫോമൻസ് ടോട്ടലി കാഴ്ചവെച്ചു എന്നുള്ളതാ. റയലിന് വേണ്ടിയിട്ട് തിബോ കോർട്ടുവ 1-2 ഇൻസ്റ്റൻസിൽ ഡബിൾ സേവും ട്രിപ്പിൾ സേവും ഒക്കെ നടത്തി. അതും കൂടെ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കോർ ലൈൻ ഇതിൻ്റെ മേലെ പോയിട്ടുണ്ടാവും. ആളാകെ ഫെയിൽ ആയത് മെയിൻലി ആ ഒരു ഫ്രീ കിക്ക് സിറ്റുവേഷനിലാണ്. ആഴ്സണലും സെറ്റ് പീസ് എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഹാൻഡിൽ ചെയ്യാൻ. എക്സ്പെഷ്യലി കോർണർ എടുക്കണു, ഗബ്രിയേൽ വന്ന് ഹെഡ് ചെയ്യണു. പക്ഷെ ഫ്രീ കിക്കിന്ന് ഇങ്ങനെ ഒരു അടി കിട്ടുമെന്ന് ആരും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ആഴ്സണലിനെ സംബന്ധിച്ച് സെക്കൻഡ് ലെഗിൽ ദേ ഹാവ് 1 ജോബ്. ഓക്കെ, ജസ്റ്റ് ഡിഫെൻഡ്. ബസ് പാർക്ക് ചെയ്യാനൊന്നല്ല ഞാൻ പറഞ്ഞത്, അവരുടെ റോള് കറക്റ്റായിട്ട് ചെയ്യുക. ഇൻഡിവിജ്വൽ എറേഴ്സ് എക്സ്പെഷ്യലി ഡിഫൻസ് ആൻഡ് മിഡ്ഫീൽഡ് ഏരിയയിൽ വരുത്താതിരിക്കുക. ബാക്കിയൊക്കെ സേഫാ. ഇപ്പോഴത്തെ ഒരു റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് ഒക്കെ വെച്ച് റയൽ ഒരു 3-0 കംബാക്ക് നടത്തി സെക്കൻഡ് ലെഗിൽ വിൻ ചെയ്യുന്നൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യണില്ല. ബട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും കമന്റ് ചെയ്യുക. ഓക്കെ, ചുരുക്കി പറഞ്ഞ റയലിനെ സംബന്ധിച്ച് ഈ ഒരു സീസൺ ഈസ് കൈൻഡ് ഓഫ് ഓവർ. ആൻഡ് ബാർസലോണ UCL-ലും ലാലീഗയിലും ബെറ്റർ റിസൾട്ട്സ് ഉണ്ടാക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ജിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നല്ല, ബട്ട് ലെറ്റ്സ് സീ മാൻ. എനിവേ, ഇനി നിങ്ങൾക്കുള്ള സമയമാണ്. എല്ലാവരും ഒരുമിച്ച് നിന്ന് ഉറക്കൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞോളി. ഞാൻ കേൾക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ. പറഞ്ഞു കഴിഞ്ഞില്ലേ? അപ്പം ശരി, ബൈ. അത്രക്കുള്ളൂ.